വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. കോഴിക്കോട് രൂപത ടാക്സ് കമ്മ്യൂണിക്കേഷൻ ഒരുക്കുന്ന ഈ ആഴ്ചത്തെ വചന വിചാരത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ചില ഏറ്റുപറച്ചിലുകളാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നത്. ഇന്ന് നമ്മൾ യേശു ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ് വചനവിധേയമാക്കുന്നത്. ഒരുപക്ഷെ ശിഷ്യന്മാരുടെ ഉള്ളു പൊള്ളിക്കുന്ന 2 ചോദ്യങ്ങൾ. അതിൻ്റെ ഒരു വചന പശ്ചാത്തലം വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വചന പശ്ചാത്തലം എന്ന് പറയുന്നത് ഹെറോദസ് പക്ഷക്കാരുടെയും ഫരിസേയരുടെയും പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നുള്ള യേശുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ ശിഷ്യന്മാർക്ക് അതൊരു തെറ്റിദ്ധാരണയായിട്ടാണ് അവർക്ക് മനസ്സിലായത്. പുളിമാവ് എന്ന് പറഞ്ഞപ്പോൾ അവർ ചിന്തിച്ചത് തങ്ങൾ അപ്പം എടുത്തില്ല, അതിനെക്കുറിച്ച് യേശു സൂചിപ്പിച്ചതാണ്. പക്ഷേ യേശു ഇവിടെ സൂചിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ അവർ നേരിടാൻ പോകുന്ന ചില കാര്യങ്ങളുടെ മുന്നോർമ്മയാണ്. വഴിതെറ്റാതിരിക്കണം, ഗുരു ആരാണെന്ന് നിശ്ചയമുണ്ടായിരിക്കണം. അപ്പം മാത്രമല്ല, അപ്പം നൽകിയ ഗുരുവിൻ്റെ ശക്തിയെ തിരിച്ചറിയണം എന്നുള്ളതാണ്. രണ്ടാമത്തെ വചന പശ്ചാത്തലം എന്ന് പറയുന്നത് യേശു ശിഷ്യന്മാരോട് പറയുന്നത് കെസറിയ ഫിലിപ്പി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഈ കെസറിയ ഫിലിപ്പി ഏകദേശം നമ്മുടെ ഗലീലി കടലിൻ്റെ ഒരു 25 മൈലോളം ദൂരമുള്ള ഒരു സ്ഥലമാണ്. ഹെർമൻ പർവ്വതത്തിൻ്റെ കീഴിൽ അത് സ്ഥിതി ചെയ്യുന്നൊരു പട്ടണം. ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കെസറിയ ഫിലിപ്പിയിൽ നിന്നാണ് ജല അരുവി വന്നിട്ട് ജോർദാൻ നദിയെ കുറേ കൂടി സമ്പന്നമാക്കുന്നത്. ജോർദാൻ നമ്മുടെ ഓർമ്മ കൊണ്ടുപോകുന്നത് യേശുവിൻ്റെ ജ്ഞാനസ്ഥാനത്തിലേക്കാണല്ലോ. അവിടെയാണ് യേശു ആരാണ് എന്നുള്ളത് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ എന്നുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ. പ്രിയമുള്ളവർ, ഈ ഒരു വചന പശ്ചാത്തലത്തിൽ വെച്ചിട്ടാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന്. നമ്മൾ ഈ പഞ്ചായത്ത് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ വർഷാവസാനം ജനങ്ങളുടെ വലിയൊരു വിലയിരുത്തലുണ്ട്. നമ്മുടെ ഇടവകയിലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ചില തിരുനാൾ മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ആത്മീയ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുവാൻ കുറച്ച് ആളുകൾ വേണമെന്ന് വിചാരിച്ചും പറയുമ്പോൾ പൊതുവെ ചില വ്യക്തികളുടെ പേരുകൾ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കാറുണ്ട്. അത് ആ വ്യക്തി ആ ഇടവകയ്ക്ക് ആരാണ് എന്ന് ഒരു പക്ഷേ വിളിച്ചു പറയുന്നതാണ്. ആ വ്യക്തിയുടെ ചൈതന്യമാണ് അവിടെ അതിൽ വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് വലിയൊരു കണ്ടെത്തലാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈശോയുടെ ചോദ്യവും ഇന്നത് തന്നെയാണ്. എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയുന്നത്? വചനം പറയുന്നുണ്ട് അവർ അതിന് മറുപടി നൽകിയെന്നാണ്. പറയാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പലപ്പോഴും നമുക്കൊക്കെ മറ്റുള്ളവരെക്കുറിച്ച് പറയുവാനും മറ്റുള്ളവർ പറഞ്ഞത് പറയുവാനും ഒത്തിരി നാവ് നമുക്കുണ്ട്. യേശുവിനെക്കുറിച്ച് പറഞ്ഞത് പറയുവാൻ ശിഷ്യന്മാരിൽ ഒരുപക്ഷെ മത്സരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാകും. ചിലർ പറഞ്ഞു, നിന്നെക്കുറിച്ച് സ്നാപക യോഹന്നാൻ എന്നാണ് പറയുന്നത്. സ്നാപകൻ ആരായിരുന്നു? അവൻ വഴിയായിരുന്നു. എന്തിൻ്റെ വഴിയാണ്? അവൻ അനുതാപത്തിൻ്റെ വഴിയായിരുന്നു. സ്നാപകൻ അനുതാപത്തിൻ്റെ വഴിയാണെങ്കിൽ ജനങ്ങൾ യേശുവിനെക്കുറിച്ച് സ്നാപകൻ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ കുറേ അനുതാപത്തിൻ്റെ വിത്ത് ഈശോ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണല്ലോ അതർത്ഥമാകുന്നത്. രണ്ടാമതായിട്ട് സ്നാപകൻ വിശ്വാസത്തിൻ്റെ വഴിയായിരുന്നു. അതുകൊണ്ടാണല്ലോ കുഞ്ഞാടിനെ കണ്ടപ്പോൾ അവനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയമുള്ളവരെ,
അപ്പോൾ യേശു തൻ്റെ പിതാവായ ദൈവത്തിലേക്ക് തൻ്റെ ജനങ്ങളെ നയിക്കുന്ന വലിയൊരു സാക്ഷിയായിട്ട് മാറിയിട്ടുണ്ട്. മൂന്നാമത് സ്നാപകൻ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു സാക്ഷിയാണ്. രക്തസാക്ഷിത്വം ചിന്തി അവൻ തന്നെ സാക്ഷ്യമായി നൽകുന്നുണ്ട്. ഒരു വിശ്വാസി അവൻ്റെ ജീവിതാവസാനം മുഴുവനും യേശുവിൻ്റെ കൂടെ ആയിരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ സ്നാപകൻ തരുന്നുണ്ട്. യേശുവിനെക്കുറിച്ച് പറയുന്ന രണ്ടാമത്തെ കാര്യം ഇവൻ ഏലിയ പ്രവാചകനാണെന്നാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ ഏലിയ പ്രവാചകൻ മാവ് തീരാതെ അപ്പം നൽകുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. ഏലിയ പ്രവാചകൻ ആ വിധവയ്ക്ക് അപ്പം നൽകിയെങ്കിൽ ഇന്ന് ഇതാ സ്വയം അപ്പമായി മാറിയ യേശുവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരങ്ങളൊക്കെ ഈ ഒരു വിധത്തിൽ യേശുവിലേക്ക് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഒരുപക്ഷെ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ അമ്മ, നമ്മുടെ മതബോധന അധ്യാപകർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ പഠിച്ചു വന്ന വേദപാഠങ്ങൾ, നമ്മുടെ വിശുദ്ധ കുർബാന അർപ്പണം, ഇതെല്ലാം തന്നെ അവർക്ക് യേശു ആരാണെന്ന് എന്നോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഇതുപോലെ വലിയ വെളിച്ചം നമുക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ നിനക്കാരാണ്? ഒരു പക്ഷേ കുറേ കൂടി വൈയക്തികമായ ഒരു ചോദ്യമാണ്. ഞാൻ നിന്നെക്കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് നീയായിട്ട് ഒരു അനുഭവം ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഈശോ തൻ്റെ ആദ്യ ശിഷ്യന്മാരെ വിളിക്കുന്നത് വന്ന് കാണുക. വചനം പറയുന്നു, അവൻ വസിക്കുന്ന ഇടം കാണുകയും അവനോടൊപ്പം വസിക്കുകയും ചെയ്തു. യേശുവിനെക്കുറിച്ച് നമുക്കൊക്കെ എന്തെങ്കിലും പങ്കുവെക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ദൈവിക അനുഭവം നമുക്കുണ്ടാകണം. യേശു ആരാണെന്ന് എനിക്ക് പറയണമെങ്കിൽ ആ ഒരു ദൈവിക അനുഭവത്തിൽ നിന്ന് മാത്രമേ എനിക്ക് പങ്കുവെക്കാനാവുകയുള്ളൂ. എനിക്കില്ലാത്തത് ആർക്കും കൊടുക്കാനാവില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പത്രോസ് മാത്രമാണ് അതിന് ഉത്തരം നൽകിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരെ സ്വാധീനിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഒരു വിദ്യാർത്ഥിയെ ചെറിയ കുട്ടിയാണ്, ഒരു 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ചില ജീവിതത്തിലെ ഇടർച്ചകളിലൂടെ കടന്നു പോയതാണ്. എന്നോട് പറഞ്ഞ, അച്ഛൻ വന്ന് പ്രാർത്ഥിക്കണം. അവൾ കരഞ്ഞാണ് വന്നത് എൻ്റെ അടുത്ത്. അവളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. അവളിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് പറയുക, അച്ഛൻ, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അമ്മ പലതും പറയുന്നുണ്ട്, കുഞ്ഞെ ഞാൻ നിനക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരുന്നില്ലേ, ഞാൻ നിന്നെ ഇങ്ങനെ വളർത്തുന്നില്ലേ, ഞാൻ നിന്നെ സഹായിക്കുന്നില്ലേ. പക്ഷേ ഈ കുഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, അച്ഛാ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. ഞാൻ ശ്രദ്ധിച്ചത്, ഈ കുഞ്ഞിങ്ങനെ ധാരയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് ഒരിക്കൽ പോലും ഞാൻ കേട്ടില്ല എനിക്ക് അമ്മയെ ഇഷ്ടമല്ല എന്ന് ആ കുഞ്ഞ് പറയുന്നില്ല. ഒരുപക്ഷെ ആ അമ്മയ്ക്ക് ആ കുഞ്ഞ് നൽകിയ ഒരു വചന സാക്ഷ്യമാണ്. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ആ കുഞ്ഞ് ഒരുപക്ഷെ കുറച്ചിടറിപ്പോയത്, കുറച്ച് വഴിതെറ്റിപ്പോയത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാണുന്നൊരു കാര്യമാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കും, ഞാൻ നിനക്കാരാണ്? പത്രോസ് പറഞ്ഞു, നീ മിശിഹായാണ്, നീ ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, നമ്മൾക്കൊക്കെ ഇന്ന് ഈ ഒരു ചോദ്യം ആവർത്തിക്കുന്നുണ്ട്, എനിക്ക് ഈശോ ആരാണ്? നിനക്ക് നിൻ്റെ കുഞ്ഞിനോട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു? മോനെ, അപ്പന് ഈശോ ഇന്ന ആളാണ്. നിനക്ക് നിൻ്റെ സുഹൃത്തിനോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും? നിനക്ക് നിൻ്റെ ഈശോ ആരാണെന്ന് എങ്ങനെ ബോധ്യപ്പെടുത്തുന്നു? നിനക്ക് നിൻ്റെ ജോലിയിടങ്ങളിലൊക്കെ മറ്റു മതസ്ഥരോട് നിനക്ക് എങ്ങനെ പങ്കുവെക്കാൻ സാധിക്കും? നിൻ്റെ ഈശോ ഇത്രയും നാൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിൻ്റെ ഈശോ നിനക്ക് ആരാണ് എന്ന് നിനക്ക് എങ്ങനെ പങ്കിടാൻ സാധിക്കും? അതുകൊണ്ട് ഈ ഒരു അന്വേഷണമാണ് ഇന്ന് നമ്മളെ വിളിക്കുന്നത്.
ഗുബിയോളയിലെ ഒരു വലിയ ഭ്രാന്തനോട് അസീസിയിലെ ഫ്രാൻസിസ് ചോദിക്കുന്നുണ്ട്, ദൈവത്തെ ഞാൻ എങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? ആ വിശുദ്ധ ഭ്രാന്തൻ അസീസിയോട് പറയുന്നുണ്ട്, നീ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഇന്നു മുതൽ നിൻ്റെ അന്വേഷണം നിർത്തുക. നീ ദൈവത്തെ കേൾക്കണമെങ്കിൽ നിൻ്റെ ശ്രോതങ്ങളൊക്കെ നീ ഇന്ന് അടച്ചു വയ്ക്കുക. നീ ദൈവത്തെ കാണണമെങ്കിൽ നിൻ്റെ മിഴി പൂട്ടുക. അസീസിയിൽ വിശുദ്ധ ഫ്രാൻസിസ് പിന്നെ തൻ്റെ മിഴി പൂട്ടി അവൻ കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഉദാനാനന്തരം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് വിളിച്ചു പറഞ്ഞത്, അത് ക്രിസ്തുവാണ്. യേശുവിനെ നിൻ്റെ ഉള്ളിൽ കണ്ടെത്തണമെങ്കിൽ ഉള്ളിൽ ആ ക്രിസ്തുവിനോട് അല്പം പോലും സ്നേഹമുണ്ടായിരിക്കണം. ആഴത്തെ അറിയുന്നത് പോലെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അവനെനിക്ക് ആരാണ് എന്ന് പറയാൻ നമുക്കാകട്ടെ. അതിന് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.